ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നവറാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് ആയിട്ടാണ്, വെച്ചാൽ ഒരു ബേക്കറി. ഞാനിതിനെ ഒരു കുർക്കുർ എന്നൊക്കെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്വീറ്റിലും അല്ല എന്നാൽ സ്പൈസിയിലും അല്ല തയ്യാറാക്കുന്നത്. ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉപ്പാണ് അതിൽ ഇടുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ഷുഗറാക്കി എടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് നമ്മുടെ 6 നമ്പറിന്റെ ഒക്കെ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുന്നേ നമ്മുടെ നവറാസ് കിച്ചന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇനിയും ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നവറാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദ നമ്മൾ ഒരു ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഏലക്കായുടെ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂണോളൊക്കെ ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കായപ്പൊടി ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. നന്നായി പൊടിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ബേക്കറി ഐറ്റംസ് മധുരമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അങ്ങനത്തെ ചേർക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആയ ശേഷം ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ആദ്യം നല്ലൊന്ന് ആ നെയ്യും ഉപ്പും ആ ഏലക്കായ പൊടിയും കൂടെ ആ മൈദയിൽ ആദ്യം നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം. ഇപ്പം അതായത് റെഡിയായി വരുമ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കട്ട പോലെ നിൽക്കുകയും ചെയ്യും, എന്നാൽ അത് പൊടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പരുവത്തിലാവണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്നിങ്ങനെ നമ്മളതിനെ കുഴച്ചെടുക്കുക. അപ്പോൾ അത് കുഴച്ച് റെഡിയായ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം, ഒരു ഓവർ ചൂട് പാടില്ല, വാം വാട്ടർ എന്ന് തന്നെ നമുക്ക് വേണ്ടി പറയാം, അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് പാകത്തൊരു ചപ്പാത്തി പരുവം എന്ന് പറയില്ല, ചപ്പാത്തി മാവിന്റെ പരുവം, ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇതിനെ നമ്മളൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ച മാവിനെ ഒന്നും കൂടെ സോഫ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ അത് 15 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനെ 2 പാർട്ടാക്കി മാറ്റിയിട്ട് പരത്തി എടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഇതാ പരത്തി എടുത്തിട്ടുണ്ട്. 2 പാർട്ടാക്കിയ ശേഷം പരത്തി എടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയില്ലാതെ പരത്തണ്ട, ചെറുതായിട്ട് കട്ടിയൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാ വിചാരിച്ച് നല്ല കട്ടിയും പാടില്ല. അപ്പൊ ഇങ്ങനെ പരത്തിയെടുത്ത് ഇതിനെ നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 6 നമ്പറിന്റെ ഷേപ്പ് ഉണ്ടല്ലോ, ആ രൂപത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇതുപോലെ നീളത്തിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിതിനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതാ നീളത്തിൽ ഇങ്ങനെ ഓരോ പീസസ് ആയിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത്. ഫ്രൈ ചെയ്തെടുക്കാൻ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിങ്ങനെ പൊങ്ങി വരുന്നത് കാണുന്നുണ്ടാവും നിങ്ങൾ എണ്ണയിൽ. അപ്പോൾ പൊങ്ങിയിട്ട് ഇങ്ങനെ പൊളച്ചു വരും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ മാവ് നല്ല കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ എണ്ണ തീ കുറച്ച് വെക്കുകയും ചെയ്യരുത്, എന്നാൽ ഹൈ ഫ്ലെയിമിലിടുകയും ചെയ്യരുത്. ഒരു മീഡിയം ലെവലിലിട്ടിട്ട് വേണം ഇതൊക്കെ പൊരിച്ചെടുക്കാൻ. അതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞ് കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഉള്ളു വെന്ത് കിട്ടൂല. ലോ ഫ്ലെയിമിലിട്ടാൽ അതിൽ ഇങ്ങനെ ആയി വരുമ്പോഴേക്ക് അതിനൊരു ഉടഞ്ഞ രൂപമൊക്കെ ആയി പോവുകയാണെങ്കിൽ, പക്ഷെ ഒരു മീഡിയത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടും. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ 6 നമ്പർ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് മുകളിൽ ഒഴിച്ചിട്ട് നമുക്ക് മധുരത്തിലാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം. പക്ഷെ മധുരം ഇല്ലാതെ ഇങ്ങനെ കഴിക്കാനും ഇതിന്റെ ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു ഏലക്കായുടെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു എന്താ പറയുക ബേക്കറി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുവിധ ആളുകൾക്ക് ഇത് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള, എന്നാൽ ഉള്ളു കുറച്ച് സോഫ്റ്റിലും പുറമെ ക്രിസ്പിയൊക്കെ ആയിട്ട് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.